ഇപ്പം എന്താ ഈശോ പറഞ്ഞിരിക്കണത്? ഈശോ എന്താ പറഞ്ഞ 15:10 എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് എന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. ഈ അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത്, അല്ലേ? അതിൻ്റെ അകത്ത് പ്രാർത്ഥന മാത്രമല്ല, അവൻ്റെ എല്ലാ കൽപ്പനകളും നമ്മൾ പാലിക്കുകയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികളോട് എൻ്റെ സാക്ഷികളായിരിക്കും. ഈ റിജു എന്ന് പറഞ്ഞ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞെന്നറിയാവോ? ഞാൻ എന്തിനാ സാക്ഷ്യം പറയണമെന്നറിയാവോ? ദൈവം തന്ന ഒരു അനുഗ്രഹവും മൂടി വെക്കരുത്. അതെന്താണ്? ആ ദൈവം തന്ന അനുഗ്രഹം മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നതാണ്. അത് അപ്പം റിജു പക്ഷെ ഒരു ഉടമ്പടിയെ എടുത്തിട്ടുള്ളത്. ആ ഉടമ്പടിയിലുള്ള ആൾക്ക് കിട്ടിയ ബോധ്യം കണ്ടില്ലേ? ഞാൻ എന്തിനാ ഉടമ്പടിയുടെ സാക്ഷ്യം പറയണമെന്നറിയാവോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊന്നും മൂടി വെക്കരുത്. എന്താ കാര്യം? അത് നിങ്ങൾക്കുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ദൈവം തന്നതാണ്. അപ്പോൾ അവൻ മറ്റുള്ള വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങളത് പരസ്യമായി പറയണം. കണ്ട, ഇപ്പം എന്തൊരു ബോധ്യമാണ് ആൾക്കാർക്ക് കിട്ടണമെന്ന് നോക്കിയേ. അപ്പം സാക്ഷ്യം കിട്ടിയിട്ട് 3 കൊല്ലമായിട്ടും പറയാത്ത ഒരാൾക്കാരൊക്കെ ഉണ്ട്, സാക്ഷ്യം കിട്ടിയിട്ട്. പക്ഷെ അതിനകത്ത് വിഷയം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗുരുതരമായൊരു വിഷയം വന്നാൽ ഞാൻ ഏറ്റെടുത്താലും ദൈവം ഏറ്റെടുക്കത്തില്ല. നിങ്ങൾ കരച്ചിലും വിഷമം കാണുമ്പോൾ ഞാനത് ഏറ്റെടുക്കും. പക്ഷേ നിങ്ങൾ പണ്ട് ദൈവത്തിനെ പറ്റിച്ച് ജീവിച്ചിരിക്കുന്ന ആളായ കാരണം, ദൈവം അവിശ്വസ്ത വ്യക്തികളായത് കാരണം, വയറ്റിപ്പഴപ്പിന് മാത്രം ദൈവത്തെ ദുർവിനിയോഗിച്ച കാരണം ദൈവം ഏറ്റെടുക്കത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കുറ്റകൃത്യം ക്രൈം ഉണ്ടാകാതിരിക്കാൻ നോക്കണം. സാക്ഷ്യം പറയാതിരിക്കുന്നത് ഒരു ക്രൈമാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റകൃത്യമാണ്. എന്താണ്? നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയും കർത്താവ് എന്താ പറഞ്ഞത്? ശിമയോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് മണിയും പോലെ പാറ്റാൻ നോക്കുകയായിരുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നീ എഴുന്നേറ്റ് നിൻ്റെ സഹോദരങ്ങളെ ബലപ്പെടുത്തുക. അല്ലേ? അപ്പം നമുക്കൊരു ബാധ്യതയുണ്ട്. എന്താണ്? വിശ്വാസം കുറഞ്ഞു പോയ ആൾക്കാരെ ബലപ്പെടുത്താനൊരു ബാധ്യതയുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 22:31-32 തിരുവചനങ്ങൾ. ലൂക്ക 22:31. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പൊ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് എന്തിനാണ് സാക്ഷ്യം പറയണത്? നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ. അപ്പോൾ എനിക്ക് എൻ്റെ വയറ്റിപ്പഴപ്പ് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. വേറെ ആരും വിശ്വാസമില്ലാതെ മരിച്ചാൽ എനിക്ക് പ്രശ്നമല്ല എന്ന് വെച്ചാൽ ദൈവം എനിക്ക് പ്രശ്നമല്ലെന്ന് എൻ്റെ അർത്ഥം. ഒരു കാലത്ത് സാക്ഷ്യം പറയാതെ ദൈവം എനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞ ആളെ പിന്നെ അതിനേക്കാൾ മോശം കണ്ടീഷനിൽ വന്നാൽ ഞാൻ ചിലപ്പോൾ കരുണ കാണിക്കും. പക്ഷേ നിങ്ങളെ സത്യസന്ധമായി അറിയാവുന്ന ദൈവം നിങ്ങളോട് കരുണ കാണിക്കത്തില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് തന്ന വിശ്വാസം നിങ്ങൾ കൈമാറുകയോ നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്തില്ല. അത് നിസ്സാര കാര്യമല്ല. ഉടമ്പടി കഴിഞ്ഞാൽ ഉടനെയുള്ള ദൈവിക ഉത്തരവാദിത്വം എന്താണ്? സാക്ഷ്യം പറയുന്നുള്ളതാണ്. ആ സാക്ഷ്യം സന്തോഷത്തോടെ പറയണം. സാക്ഷ്യം സന്തോഷത്തോടെ പറയണം. ഇപ്പം ചിലക്ക് സാക്ഷ്യം പറയുമ്പോഴേ എന്തൊരു അഭിഷേകമാണ്. ചില ആൾക്കാർ സാക്ഷ്യം ഒരു ഉത്തരവാദിത്തം പോലെ പറയും. അത് ഉടമ്പടി അങ്ങനെയാണ് ചെയ്യണത്. ഉടമ്പടിയും ചില ആൾക്കാർ ചെയ്യണത് എന്താണ്? ഒരു ഉത്തരവാദിത്തം പോലെ. രാവിലെ എഴുന്നേക്കണം, എഴുന്നേറ്റ് 10 പ്രാർത്ഥന ചെല്ലണം, നീലത്തിൽ കത്തിക്കണം, കത്തിച്ച്
രാത്രിയിന് എഴുന്നേറ്റിട്ട് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ പച്ചത്തിരി കത്തിക്കണം, ആ കത്തിച്ച്. അവൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലണം, ആ ചെല്ലി. ഇതാണ് അവസ്ഥ ചില ആൾക്കാരുടെ. ആ ഉത്തരവാദിത്തങ്ങൾ മാത്രം. പത്രം കൊണ്ടുപോയി എല്ലാവരും കൊടുക്കണം, ആ കൊടുത്ത് തീർന്ന്. ഉടമ്പടി ഒരു ഉത്തരവാദിത്തം പോലെ ചെയ്ത് ഈ റോബോട്ട് ഉടമ്പടിക്കാരുണ്ട്, യന്ത്ര മനുഷ്യർ തിരികെ രാവിലെ എഴുന്നേക്ക് കറക്റ്റായിട്ട് യന്ത്ര മനുഷ്യരെ പോലെയാണ് ഈ ഉടമ്പടിയിലുണ്ട് യന്ത്ര മനുഷ്യർ. ഇവർ പോലെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കേവലമായ ഒരു അനുഷ്ഠാന ക്രമമല്ല. ഇപ്പം ഈശോ എന്താ പറയണത്? എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഒന്ന് കൈയടിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. അതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? നമ്മൾ എന്തിനാണ് ഈ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്? അതിൻ്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഉടമ്പടി ഉത്തരവാദിത്വം നിർവഹിക്കുകയല്ല. പിന്നെന്താ ഉദ്ദേശം? എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. അതാ 15:10 മറന്നു പോകരുത്. ഇതിൻ്റെ ആത്മാവായൊരു വേടാണത്. എന്താണ്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, രോഗികളെ ശുശ്രൂഷിക്കുകയും കർത്താവിനെ അറിയിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാലുള്ള ഗുണം എന്താ? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാലെന്താ ഗുണം എന്താ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഉടമ്പടിയുടെ, അതാണ് അതിൻ്റെ ലിങ്ക്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 15:7. അപ്പോൾ ഈ യോഹന്നാൻ 15:10 അതിൻ്റെ വേര് കിടക്കുന്നത് ഇവിടെ 15:7 എന്ന് വായിച്ചേ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ സ്നേഹത്തിൽ വസിക്കുന്നു പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തെ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തെ വസിക്കും. അതായത് 15:10. നിങ്ങൾ എൻ്റെ സ്നേഹത്തെ വസിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, അത് നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ 15:10 എന്ന് പറയണത് അതിൻ്റെ ലിങ്ക്, അതിൻ്റെ വേരുള്ളത് 15:7 ഉള്ളത്. അപ്പോൾ എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ സ്നേഹത്തെ വസിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ അതിന് ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. അതിന് ഗ്യാപ്പ് വരാതിരിക്കണേ 15:16 എന്ന് വായിച്ചേ. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇവിടെ ഒരു വിഷയം മനസ്സിലായത് നിങ്ങൾക്ക്? ഈ 15:10 15:16 തമ്മിൽ ലിങ്കാ. 15:10 എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ 15:7 പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. പക്ഷെ 15:16 എന്താ പറയണത്? ആ 15:16 ഒന്നിട്ട് വായിച്ചേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ ഉടമ്പടി ദൈവകൽപ്പനകൾ പാലിക്കാൻ വേണ്ടി ഉടമ്പടി എന്ന് പറയുന്ന സംഭവം നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും എനിക്ക് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്നേഹ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനിയൻ സഞ്ജയ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 17 അന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം, എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടുന്നതിൽ വലിയ തടസ്സം ഉണ്ടായിരുന്നു. അതുപോലെ ജർമ്മൻ ഭാഷ
പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനിവിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞ ആ ദിവസം തന്നെയായിരുന്നു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സാധാരണ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. അപ്പം നോർമലി നമ്മൾ നഴ്സിങ്ങിന് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകും. പക്ഷേ മാതാവ് എന്നെ ഇൻ്റർവ്യൂ ഇല്ലാതെ എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയായിരുന്നു എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അപ്പം ഇൻ്റർവ്യൂ ഇല്ലാതെ അവരെനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുത്തു തന്നു. ഡിസംബർ 16 ആയിരുന്നു എനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കേണ്ട ദിവസം. അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഡിസംബർ 16 വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോയി. അപ്പം അവിടെയെല്ലാം സ്മൂത്തായിട്ട് തന്നെയായിരുന്നു നടന്നത്. അപ്പം ഏകദേശം ഒരു മാസം എടുത്തു എനിക്ക് വിസ വരാനായിട്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഏകദേശം 2 ഇയേഴ്സായി ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ നടക്കുന്നു. എനിക്ക് എക്സാം പാസ്സാവാനായിട്ട് കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. ഒരു മൊഡ്യൂൾ കിട്ടാൻ എനിക്ക് നല്ല പാടായിരുന്നു. അപ്പം അങ്ങനെ ഏകദേശം ഒരു 2 ഇയേഴ്സായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു. അപ്പം ഇനി ഇതിലൊരു റിജക്ഷനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ മുന്നിൽ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനു മുന്നേ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പം വിസയ്ക്ക് വെക്കാറായതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. പിന്നെ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് അമ്മയ്ക്കും അമ്മയുടെ ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ഒരു കുടുംബത്തിലെ 2 പേരുടെ വരുമാന മാർഗ്ഗമാണ് സ്റ്റോപ്പായത്. പിന്നെ എൻ്റെ പപ്പ എന്ന് പറയുമ്പം ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പം ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം മൊത്തത്തിലൊരു ഫുൾ ക്വസ്റ്റ്യൻ മാർക്കാകും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അനിയൻ ആൾ +1 അപ്പം ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് അവനെയും പഠിപ്പിക്കണം. അപ്പോൾ ജീവിതം മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, എനിക്കിതിൽ റിജക്ഷൻ വരുത്തല്ലേ എന്നുള്ളതിൽ. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ശക്തി നൽകിയിട്ടുണ്ടായിരുന്ന വചനം എന്ന് പറയുന്നത് ജെറമ്യ 31:16 കണ്ണുനീർ നിന്റെ കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. അതുപോലെ ജെറമ്യ 66:9 പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോ, നിനക്ക് ജന്മം നൽകുന്ന ദൈവം ഗർഭപാത്രം അടച്ചു കളയുമോ. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് ഇത്രത്തോളം എത്തിച്ച എൻ്റെ ദൈവം എനിക്ക് ഇനിയും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ നടത്തിത്തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ജനുവരി 17 ആയപ്പം എനിക്ക് എൻ്റെ വിസ വന്നു. ഞാൻ അന്ന് വിസ പാസ്പോർട്ട് മേടിക്കാൻ വേണ്ടി പോയി. മേടിച്ചു കഴിഞ്ഞ് ഞാൻ അടുത്തുണ്ടായിരുന്നൊരു പള്ളിയിൽ ഞാനും അമ്മയും കൂടെ പോയി പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ അത് പാസ്പോർട്ട് തുറന്നു നോക്കിയത്. അപ്പം അതിനു മുന്നേ എൻ്റെ അമ്മയ്ക്ക് ഒരു സ്വപ്നം ലഭിക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ച് കിട്ടും എന്ന് മാതാവ് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ തുറന്നു നോക്കിയപ്പം 7ാമത്തെ പേജിൽ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് വിസ തന്നു. ഞാൻ ഈ ഫെബ്രുവരി 28 ജർമ്മനിക്ക് പോകുകയാണ്. അപ്പം അതിനിടയിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ഇവർ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു 1 ലക്ഷത്തിന് മുകളിലൊക്കെ അവർക്കായിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. അപ്പോൾ അത്രയൊന്നും എഫോർഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതും മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിക്കണേ എന്നുള്ളത്. അതുപോലെ തന്നെ 74,000 രൂപയ്ക്കാണ് മാതാവ് എനിക്ക് ടിക്കറ്റ് തന്നത്. ഞാനിപ്പം ഈ ശനിയാഴ്ച പോവുകയാണ്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. അടുത്തതായിട്ട് എനിക്കെൻ്റെ നെറ്റിയിൽ നല്ല രീതിയിൽ പുറ്റുപോലെ താരൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര ചൊറിച്ചിലും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നെറ്റിയുടെ ഇരുവശങ്ങളിലുമായിട്ട് വെള്ളപ്പാണ്ട് പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര രീതിയിൽ ഞാനിപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അപ്പം ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ തൈലം ഞാനത് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത് പൂർണ്ണമായിട്ട് മാറ്റിത്തരണം എന്നുള്ളത്. ഞാൻ മാതാവിൻ്റെ തൈലം മാത്രമായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം കുരിശുവര കഴിഞ്ഞിട്ട് എൻ്റെ നെറ്റിയിൽ ഞാൻ പുരട്ടും. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം എനിക്കത് പൂർണ്ണമായിട്ടും എനിക്ക് നെറ്റിയിൽ ഇപ്പോൾ ഒരു പാണ്ട് പോലും ഇല്ല, അത് പൂർണ്ണമായിട്ടും എനിക്ക് മാറിക്കിട്ടി.
ഇനി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, ഇതെൻ്റെ അനിയനാണ്. അപ്പോൾ അവൻ കഴിഞ്ഞ വർഷം 10ൽ പഠിക്കുന്ന സമയത്ത് ഇവന് ഹിന്ദി, അതുപോലെ IT, സോഷ്യൽ, മാത്സ് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. IT എക്സാം ആയിരുന്ന സമയത്ത് ഇവൻ അമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നു, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, എനിക്ക് അറിയാമായിരുന്നിട്ട് എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല, എനിക്ക് മാർക്ക് നല്ലപോലെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഹിന്ദി ആണെങ്കിൽ അവന് ചെറുപ്പം തൊട്ട് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. മാത്സ് ആണെങ്കിലും അവന് 80ൽ 5ഉം 9ഉം മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു, 85% കൂടുതൽ മാർക്ക് ഇവന് കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന സമയത്ത് ഇവൻ്റെ സ്കൂളിൽ കയറിയിട്ട് ഇവൻ ഇരിക്കുന്ന ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പം ഇവന് സോഷ്യലിന് A ഗ്രേഡും മാത്സ്, ഹിന്ദി, IT A+, അങ്ങനെ ടോട്ടൽ 7 A+, 3 A നൽകി പരിശുദ്ധ അമ്മ മാതാവ് ഇവനെ അനുഗ്രഹിച്ചു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ട്യൂട്ടറായി വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സ്റ്റുഡൻസിനോടൊക്കെ അവരിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അവരുടേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ അവരെന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും, കൃപാസനത്തിലൊരു മാതാവുണ്ട്, അപ്പം അവിടെ വന്ന് ഉടമ്പടി എടുക്കണം, എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും, എനിക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാനും അവിടുത്തെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ്, നിങ്ങളും അവിടെ പോയി ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോടൊക്കെ പറയുമായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ 2 സ്റ്റുഡൻസ് അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മേടിച്ച്, മാസത്തിൽ 5 കെട്ട് പത്രമൊക്കെ ഞാൻ മേടിച്ച് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. ഞാൻ എവിടെ പോകുവാണെങ്കിലും, ഇപ്പം പ്രോസസ്സിങ് റിലേറ്റഡായിട്ട് ഞാൻ എവിടെ പോകുവാണെങ്കിലും, ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ പത്രം ഉണ്ടാവും. അപ്പം ഞാൻ എല്ലാവർക്കും ഞാനിത് പറഞ്ഞ് ഞാൻ കൊടുക്കും, ഞാനും അമ്മയും കൂടെ. പിന്നെ കാരുടെ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, അടുത്തുണ്ടായിരുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും, പൈസയാണെങ്കിൽ പൈസയായിട്ട് കൊടുക്കും, സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, അവരോട് കുറച്ച് നേരം സംസാരിക്കും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന 2-3 സ്റ്റുഡൻസിന് ഞാൻ അവർ പറഞ്ഞ നാൾ വരെ ഫ്രീ ആയിട്ട് ഞാൻ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, അതുപോലെ ബൈബിൾ വായിക്കും, 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. പിന്നെ എനിക്ക് കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് ആദ്യമൊക്കെ മടിയായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ആ മടിയൊക്കെ മാറി. ഞാൻ ഒരു ദിവസം ഞാൻ പേഴ്സണലായിട്ട് ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്. ചില ദിവസങ്ങളിൽ 4 ജപമാല, ചിലപ്പോൾ ഞാൻ 5, അതല്ലെങ്കിൽ 1, 2, അങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്. അപ്പം എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അത് ഞാൻ എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഈ പാസ്പോർട്ട് വെച്ച് തൈലം അതിൽ പുരട്ടി, എൻ്റെ ഉടമ്പടി കാശ് രൂപം അതിൽ വെച്ച് ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ലൈവായിട്ടിരുന്ന് കൂടും. ഓരോ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം അത് വേണ്ടുന്ന എനിക്ക് തോന്നുന്നവർക്ക് ഞാനത് എല്ലാ സാക്ഷ്യങ്ങളും ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടുകയും അത് യോഗ്യതയുണ്ടെന്ന് തോന്നുന്നവർക്ക് ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ സംഭവം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന് അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ സാക്ഷിയാണ്, എനിക്കും ഇങ്ങനത്തെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കും. അതുപോലെ ഞാൻ ബൈബിൾ എല്ലാ ദിവസവും ഞാൻ വായിക്കും. ബൈബിളിലൂടെയായിരുന്നു ഈശോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി എൻ്റെ മുന്നിൽ വരുവാണെങ്കിലും ഈശോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ബൈബിളിലൂടെയായിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. മാതാവിനെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി, ഞാൻ പാലാ മണലിങ്കൽ ഇടവാങ്ങാമാണ്. ഞാൻ അയർലൻഡിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എബി മാത്യു, മോൻ്റെ പേര് ഡിവോൺ, മോളുടെ പേര് ഡിയോണ. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത്
ഫേസ്ബുക്കിൽ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ്. ഞാൻ സൗദിയിൽ നേഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബോംബെയിലും കൊച്ചി നാട്ടിലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ OET എഴുതാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ സൗദിയിൽ 8 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് ഒരു സാക്ഷ്യം കേട്ടു. OET ഉടമ്പടിയിലൂടെ OET ലഭിച്ച സാക്ഷ്യങ്ങൾ കേട്ടു. പക്ഷേ ഉടമ്പടി എന്താണെന്ന് എനിക്കൊരറിവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ റൂമിൽ പുതുതായിട്ട് വന്ന ഒരു സ്റ്റാഫ് ഉടമ്പടി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ ഒരു 6 നിയോഗങ്ങൾ എഴുതി രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങി. എനിക്ക് പ്രാർത്ഥനകളൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഞാനിങ്ങനെ നിയോഗങ്ങൾ സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നിട്ട് നാട്ടിൽ അവധിക്ക് വരുന്ന സമയത്ത്, അവധിക്ക് 1.5 മാസത്തെ അവധിയുള്ള ആ 1.5 മാസം കൊണ്ട് എനിക്ക് എക്സാം എഴുതണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഉടമ്പടി എടുക്കണം. അങ്ങനെ വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യമേ തന്നെ ഞാൻ OET എക്സാം ബുക്ക് ചെയ്തു. അതിനുശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരികയും ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു പോരുകയും ചെയ്തു. എനിക്ക് പഠിക്കാനൊന്നും അധികം നേരം കിട്ടത്തില്ലായിരുന്നു. രാവിലെ ക്ലാസ്സിന് പോകുന്നു, വൈകിട്ട് വരുന്നു, വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ധ്യാനം കേൾക്കുന്നു, പ്രാർത്ഥനകൾ ചെല്ലുന്നു, ബൈബിൾ വായിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. പ്രാർത്ഥന മാത്രമാണ് ഞാൻ ആശ്രയിച്ചത്. എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് വരെ പറഞ്ഞു 6 മാസമെങ്കിലും പഠിക്കാതെ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഉടമ്പടിയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോയപ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചു. കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എക്സാം പേപ്പറിൽ വെക്കുകയും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിസണിങ് ഭയങ്കര പാടായിരുന്നു. പക്ഷേ പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഓരോന്നിങ്ങനെ നിർത്തി അതായത് എക്സാമിന് ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് എഴുതേണ്ട സ്ഥലം വരുമ്പോൾ എനിക്ക് നിർത്തി പറയുന്ന പോലെ എനിക്ക് നന്നായിട്ട് ക്ലിയറായിട്ട് കേൾക്കാമായിരുന്നു. അതുപോലെ തന്നെ സ്പീക്കിങ്ങിനാണേലും എനിക്ക് കിട്ടിയ 2 ടോപ്പിക്കുകളും വേറെ അതിന് മുന്നേ കയറിയ ആളുകൾ അവർക്ക് കിട്ടിയതും അതേ സെയിം ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകാനും പറ്റി. അങ്ങനെ അതും നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റി. അതുപോലെ റൈറ്റിങ്ങിനാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുമോയെന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് അയർലൻഡ് സ്കോർ കിട്ടിയാൽ മതി, അന്നേരം 2 Bയും 2 C+ കിട്ടിയാൽ മതിയായിരുന്നു, അത് തന്നാൽ മതി എന്നാണ് ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയുമ്പോൾ മാതാവേ അത് നീ തന്നതല്ലേ, അപ്പം എനിക്ക് അത് ഫുൾ B തന്നെ കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഫുൾ B കിട്ടി, 4നും B കിട്ടി. അത് മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിനുശേഷം 2021 ഏപ്രിൽ 7-ാം തീയതി എനിക്ക് അയർലൻഡിൽ പോകാൻ പറ്റുകയും നവംബറിൽ എൻ്റെ ഫാമിലി അങ്ങോട്ട് വരികയും ചെയ്തു. പിന്നെ അതിനുശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്ന സമയത്തൊന്നും ഇവിടെ കൊറോണയുടെ സമയമായതുകൊണ്ട് എനിക്ക് അന്നേരം പറയാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2023 നാട്ടിൽ വരുന്നത്. ആ സമയത്ത് ഞാൻ വന്ന് വീണ്ടും പുതിയൊരു ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. 8 വർഷമായിട്ട് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഫസ്റ്റ് നിയോഗം എനിക്കൊരു കുഞ്ഞിനെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയി. അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, കാരണം അന്നും 2 ആഴ്ചത്തെ ഒരു അവധിയുള്ളായിരുന്നു. അപ്പോൾ ആ സമയത്ത് അയർലൻഡിൽ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അവിടെ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ വിജയകുമാർ ബ്രദറിനോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് എന്നെ സാക്ഷ്യം പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റായത് സാക്ഷ്യം പറയാൻ. പിന്നെ അന്ന് അച്ഛനെ ഞാൻ നേരിട്ട് കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2024 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2024 നവംബർ 13 എനിക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എനിക്ക് സ്കാനിങ് ചെയ്ത സമയത്ത് 3 മാസം ആയപ്പോഴാണ് ഞാൻ സ്കാനിങ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് 2 വലിയ ഫൈബ്രോയിഡ് എൻ്റെ ഗർഭപാത്രത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിനത് റിസ്ക് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അത്
അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടി. അപ്പോൾ സിസേറിയൻ ആയിരിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇന്നപോലെ ഈ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്ത് കളയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഫൈബ്രോയിഡ് കളയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞുള്ളൂ, കൊച്ചിനെ കിട്ടുക എന്നുള്ളതാണല്ലോ എൻ്റെ പ്രയോറിറ്റി, ഫൈബ്രോയിഡിൻ്റെ കാര്യം പിന്നെയാണല്ലോ നോക്കാം, മാതാവ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്തോ, എങ്ങനെ എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്, അത് കളയത്തില്ലെന്ന് അവർ ഉറപ്പായിട്ടും പറഞ്ഞു. ഇനി അത് തന്നെ ചുരുങ്ങി പോവുക എങ്ങനെയാണെന്ന് വെച്ചാൽ മാതാവിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ സിസേറിയൻ്റെ സമയത്ത് കൊച്ചിനെ ആദ്യം കാണിച്ചു, അതിനുശേഷം ഇവർ ഈ ഫൈബ്രോയിഡ് കൊണ്ട് കാണിച്ചു, എന്നോട് ചോദിച്ചു പോലുമില്ല. അവർ പറഞ്ഞു അത് രണ്ടും റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അതിനെല്ലാം കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ മാതാവിന് സമർപ്പിക്കുന്നു.